ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസും അതുപോലെ തന്നെ 10th ലെവൽ എക്സാംസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ സെയിൽസ്മാൻ, അങ്ങനെ ഒത്തിരി എക്സാംസ് ഇനി വരുന്നുണ്ട്. അതിനെല്ലാം ഉപകാരപ്പെടുന്ന പോലെ നമ്മളൊരു PYQ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൂടി ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാതെ പാർട്ടുകളായിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. അപ്പോൾ ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ്: അൽഫോൻസ ഡി അൽബക്കർക്ക്, പെട്രോ അൽവാരിസ് കബ്രാൾ, വാസ്കോഡ ഗാമ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് വാസ്കോഡ ഗാമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻസ്: 1858, 1859, 1860, 1857. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1858 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്, കോൺവാലിസ്, വില്യം ബെൻഡിക്, ഡൽഹൌസി. ഇതിൻ്റെ ആൻസർ വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഓപ്ഷൻസ്: ദേവസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം. ഇതിൻ്റെ ആൻസർ ബ്രഹ്മസമാജാണ്. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻസ്: 1814, 1815, 1816, 1817. ഇതിൻ്റെ ആൻസർ 1815 ആണ്. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ഇതിൻ്റെ ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ജവഹർലാൽ നെഹ്റു, കെ കേളപ്പൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി. ഇതിൻ്റെ ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു, ആഗമാനന്ദ സ്വാമി, ചിന്മയാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആഗമാനന്ദ സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ള, അക്കമ്മ ചെറിയാൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ. ഇതിൻ്റെ ആൻസർ അക്കമ്മ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻസ്: AV കുട്ടിമാളു അമ്മ, അന്ന ചാണ്ടി, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ. ഇതിൻ്റെ ആൻസറും അക്കമ്മ ചെറിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1999 അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? കോട്ടയം, കണ്ണൂർ, പുന്നപ്ര, വെങ്ങാനൂർ. ആൻസർ വെങ്ങാനൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി? ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ. ഇതിൻ്റെ ആൻസർ പോർച്ചുഗീസുകാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1857, 1858, 1859, 1860. ഇതിൻ്റെ ആൻസർ 1858 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ഓപ്ഷൻസ്: 1691, 1697, 1695, 1693. ഇതിൻ്റെ ആൻസർ 1697. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല?
ഓപ്ഷൻസ് ആറ്റിങ്ങൽ, കടക്കാവൂർ, കുളച്ചൽ, അഞ്ചുതെങ്ങ്. ഇതിൻ്റെ ആൻസർ അഞ്ചുതെങ്ങാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻസ് നിലമ്പൂർ, താന്നിക്കത്തോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. ഇതിൻ്റെ ആൻസർ അഞ്ചരക്കണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ. ആൻസർ കാഞ്ഞിരപ്പള്ളി. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം? കുട്ടനാട്, ചിറ്റൂർ, വെങ്ങാനൂർ. ഇതൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ വെങ്ങാനൂർ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് ആ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1999 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നടത്തിയത്. ആദ്യത്തെ കർഷക സമരം നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെങ്ങാനൂർ. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് വേറൊരു രീതിയിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ബർദോളി സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഇതിൻ്റെ ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച് നവോത്ഥാന നായകൻ. ഇത് തേര് എന്നാണ് ഉദ്ദേശിച്ചത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻസ് അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട് അയ്യാഗുരു, സഹോദരൻ അയ്യപ്പൻ. ഇതിന്റെ ആൻസർ വൈകുണ്ഠസ്വാമികളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഇതിന്റെ ഓപ്ഷൻസ് പയ്യന്നൂർ, തളിപ്പറമ്പ്, പാനൂർ, തലശ്ശേരി. ആൻസർ തലശ്ശേരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇതിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ആറ്റിങ്ങൽ കലാപത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്, നടന്ന വർഷമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഏത് സൈന്യമാണ് അടിച്ചമർത്തിയത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് 10th ലെവലിലെയും അതുപോലെ ഡിഗ്രി ലെവലിലെയും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് വൈസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? 1795, 1796, 1797, 1798. ഇതിൻ്റെ ആൻസർ 1797 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഓപ്ഷൻസ് ആറ്റിങ്ങൽ കലാപം, ചാന്നാർ ലഹള, പൂക്കോട്ടൂർ കലാപം, അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അഞ്ചുതെങ്ങ് കലാപമാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ അഞ്ചുതെങ്ങ് ഫോർട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻസ് കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, മലബാർ ലഹള, പഴശ്ശി വിപ്ലവം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നേരത്തെ പഴശ്ശി വിപ്ലവം അവസാനിച്ച ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ച ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം നമ്മൾ ആകെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എത്ര ഏരിയ വന്നെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ മൊത്തം ഇതുവരെയുള്ള ഡിഗ്രി 10th ലെവൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയാസ് നമുക്ക് ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻസ് 1931, 1932, 1930, 1933. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1930 ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് 25 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വേണ്ടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനും അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനും സെയിൽസ്മാൻ്റെ എക്സാമിനും അതുപോലെ 10th ലെവൽ വേറെ എക്സാംസിനൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.